ബിലാലിന്റെ ഹെൽമെറ്റ് എടുത്തിട്ട് ബിലാലിന്റെ ഹെൽമെറ്റ് എടുത്തിട്ടാണ് പോണത്. അയ്യോ കണ്ണാണില്ല. ഷാഹിദുണ്ട്. ഷാഹിദേ ഞങ്ങള് കടയത്തെ അക്കന്മാരെല്ലാവരും കൂടി ജസ്റ്റ് ഒന്ന് പൊന്നാനി പോവാണ്. ഹെൽമെറ്റ് തേഞ്ഞില്ല. ഹെൽമെറ്റ് എടുക്കാൻ വേണ്ടി വന്നു. എൻ്റെ വണ്ടി ഇത് അവിടെ ഉണ്ട്. വണ്ടി ഇതാക്കാം ഇവിടെ ഉണ്ട്. ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റായിട്ട് വരാം. സാരംഗുണ്ട്, അജ്നാസ് ഉണ്ട്. ഫോണിപ്പോൾ തന്നെ പോയേരെ. സാരുണ്ട്, അജ്നാസ് ഉണ്ട്, ഷാഹിദുണ്ട്, ഞങ്ങൾ നാലാളും കൂടി ജസ്റ്റ് ഒന്ന് പൊന്നാനി പോയി സെറ്റാക്കി വരാം. ഒരു $200 പെട്രോൾ അതിൻ്റെ ആവശ്യമുള്ളൂ. ഒരു വണ്ടി ചെറുതായിട്ടൊന്ന് ആക്സിഡൻ്റ് ആയി. താഴെ മൊത്തം ബ്ലഡാണ്. ബ്ലഡ് കാണിക്കാൻ പാടില്ലാത്തതുകൊണ്ട് കാണിക്കുന്നില്ല. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ബിലാലിൻ്റെ സ്പെൻഡറാന്ന് ചോദിച്ചു. പേടിച്ചു പോയി. ഞങ്ങളിത് ഏകദേശം തിരൂര് ആ ഏരിയയിലൊക്കെ എത്തിപ്പോൾ അവിടെ വേറൊരു ബൈക്കുണ്ട്. ചെക്കന്മാരെടുത്ത് കൊണ്ടുപോയതാണ് തോന്നുന്നുണ്ട്. എന്താണെന്ന് ആർക്കറിയാം. എന്തായാലും നമുക്കിനി കുറച്ചും കൂടി പോകാനുണ്ട്. എവിടെയെങ്കിലും പോയി ചായ കുടിക്കണം. ഞങ്ങളങ്ങനെ ചായ പിടിക്കാൻ വന്നത്. ചായ പിടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അജ്നാസ് അഡ്ജസ്റ്റ് ചെയ്യണു. ചായ പിടിക്കാൻ വേണ്ടി നിർത്തിയാണ്. കാരണം ഞാൻ കടയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വന്നതാണ്. കടയിൽ നിന്ന് ചായയും കുടിച്ചിട്ടില്ല, ഒന്നും കുടിച്ചിട്ടില്ല. ഇതാ ഞാൻ സാരംഗ് ഫുഡ് കഴിച്ചിട്ടില്ല. ഉമ്മാരൊക്കെ പിന്നെ കടയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വന്നാ. എന്തെങ്കിലുമൊക്കെ കഴിക്കണം. വിശക്കുണ്ട്. കാണുന്നതിൻ്റെ ബാക്ക് പെയിൻ എടുത്തിട്ടാണെങ്കിൽ വയ്യ. ആടോ ടിപ്പ് കിട്ടിയില്ല. ഒരു സന്തോഷം. എനിക്ക് സ്ട്രോങ് ചായ മധുരം കൂട്ടിയിട്ട്. ഇവിടെ സ്ട്രോങ് ചായ, നോർമൽ ചായ, അവിടെ കട്ടൻ കാക കടി എന്തായാലും വന്നേ. ചായ കൊണ്ടാണോ? നല്ല രസം. പൈസക്കാരൻ ഒരു സമൂസ, ഒരു മുട്ട ബജിയും ഒരു മുട്ട ബജിയും. ആർക്കും വേണ്ടി അടിച്ച ചായ. ഞങ്ങളൊരു ടെന്റ് അടിക്കാനുള്ള പരിപാടിയിലായിരുന്നു. ഒരു സ്ഥലം ഇങ്ങനെ തപ്പിക്കൊണ്ട് ഏകദേശം ഒരു 10-18 മിനിറ്റ് പാടേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ ഈ റോഡൊന്നങ്ങ് മറ്റേ പൊട്ടി പൊളിഞ്ഞ് ഫുള്ള് അലമ്പായിരുന്നു. പക്ഷെ ഇപ്പോൾ റോഡ് റെഡി ആയിട്ടോ. കുറച്ചായിട്ടുള്ളൂ. കുറച്ച് മുന്നേ ഒരു മാസം മുന്നേറ്റ വന്നതാ. പക്ഷെ ഒരു മാസം കൊണ്ട് തന്നെ റോഡ് സെറ്റ് ആയിട്ടോ. അത് പൊളിച്ചു. ഇവിടെ എന്തോ പരിപാടി ഉണ്ട് തോന്നുന്നുണ്ട്. ഫുൾ ലൈറ്റും കാര്യങ്ങളും. ഇവിടെ എന്തോ ഫുഡൊക്കെ ഉണ്ടാക്കണ്ടല്ലോ. ഇവിടെ എന്തോ പരിപാടി ഉണ്ട് തോന്നുന്നുണ്ട്. പള്ളിയിലും ഇവിടെ മൊത്തം ലൈറ്റ്. പള്ളിൻ്റെ അവിടെ ഒക്കെ ഇവിടെ ബീച്ച് സൈഡിലേക്കൊക്കെ. എടാ കർമ്മ റോഡ് താടാ. ഇവിടെ ഫുള്ള് ലൈറ്റ്. ചമ്രോട്ട ജംഗ്ഷനിലേക്ക് നേരെ പോകും. കർമ്മ റോഡിൽ മൊത്തം ലൈറ്റ്. അതൊക്കെ എൻട്രൻസ് മൊത്തം. എന്താ അവിടെ എന്തൊരു ആണ്ട് നേർച്ച കേട്ടോ. പൈതൽ ജാറും ആണ്ട് നേർച്ച മെയ് 16, 17, 18 എന്തോ പരിപാടിയാണ്. ഞങ്ങളിതാ വന്ന് കർമ്മയിലെത്തിട്ടോ. കർമ്മയിലേക്കാണ് ഫോക്കസ് ചെയ്ത് വന്നത്. അങ്ങനെ കർമ്മയിലെത്തി. ഇനി ഇവിടെ ടെൻ്റ് അടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മളിങ്ങനെ വന്നു ചുമ്മാ ആയിട്ട് ഇറങ്ങിയതാണ്. ഇവിടെ എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാൻ പറ്റുകയാണ് സെറ്റ്. രാവിലെ നേരത്തെ നീച്ച് ഒരു പരിപാടി ഇല്ല. അവിടുന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം വ്യൂ ഒക്കെ കണ്ട് ഒരു മണിക്കൂറൊക്കെ എൻജോയ് ചെയ്തതിന് ശേഷം നേരെ പോകും. സാരംഗ് അടുത്തൊക്കെ എന്തായാലും കാണുള്ളൂ അല്ലേ. വരത്തെ ഇത് രാത്രി ആയതുകൊണ്ട് ഇത് കാണാനും പറ്റണില്ല. ചുമ്മാ ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ അവിടെ കുറച്ച് ഫാമിലീസ് കാര്യങ്ങളുണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് പോണില്ല. ഞങ്ങൾ ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ ഒരു നല്ല മരമൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ മരത്തിനൊന്നും കാണിച്ചിട്ടാൻ പറ്റില്ല. ഒരു മരം കണ്ടപ്പോൾ ഇങ്ങനെ സുഖമായിട്ട് ടെൻ്റ് അടിച്ചാലോ. ഇവിടെ ടെൻ്റ് അടിക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ ഈ മരത്തിൻ്റെ താഴെ. കാരണം ഇവിടെ കുറേ നല്ല സ്പേസ് ഉണ്ട്. നല്ല അടിപൊളിയാണ്. ടെൻ്റ് അടിച്ചാൽ കുഴപ്പമൊന്നുമില്ല തോന്നുന്നു. ഗൈസ് നമ്മളിവിടെ ടെൻ്റ് അടിക്കാൻ പോവാണ്. ഇവിടെ ഈ ഒരു ഗ്യാപ്പിൽ ടെൻ്റ് അടിക്കാനുള്ള മൂഡിലാണ്. സോ ഞാൻ ഈ ടെൻ്റൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അതിൻ്റെ ഇടയിൽ വീഡിയോ എടുത്താൽ കാണൂല. നട്ടപ്പാതിരായിട്ട് കാണൂല. ടെൻ്റ് മടക്കിയൊക്കെ വാടക എടുക്കാം. ഗൈസ് അങ്ങനെ ഇപ്പൊ സെറ്റ് ആയില്ലേ. ഗൈസ് ഇങ്ങനെ കാണുമ്പോ ഞാൻ ഫസ്റ്റ് വിചാരിച്ചേ ഇങ്ങനെ കാണുമ്പോ ഇതിലേക്ക് കയറി ഇരിക്കാൻ പറ്റില്ല. സൂപ്പർ സൈഡിലൂടെ കാണുമ്പോഴേ ഇങ്ങനെ ഇപ്പൊ വെച്ചപ്പോ സെറ്റ് ആയിട്ടോ. വെച്ചപ്പോ ഫുള്ള് സെറ്റായി. അഡ്ജസ്റ്റ് ചെയ്താൽ 4 ആക്കി ഇരിക്കാൻ പറ്റുമോ?
ഞാൻ അപ്പോഴും പോമാരോട് പറഞ്ഞാണ് ഇതിന് നാലാൾക്ക് പോകില്ല. പിന്നെ വി ക്യാൻ അഡ്ജസ്റ്റ്. ആരോ ഇപ്പൊ കറക്റ്റ് ആയിട്ടോ. അപ്പൊ നമ്മളെ വണ്ടികൾ ഇവിടെ നിർത്തിട്ടു, അതിന്റെ സൈഡിൽ തന്നെ ടെന്റ് അടിച്ചു. ഇവിടെ റോഡും കാര്യങ്ങളും വണ്ടി പോകണ്ട്. ലോറിയൊന്നും വരൂലേക്ക് പേടിയാണ്, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത്. അവിടെ ഫാമിലി സെലിബ്രേഷൻ, ബർത്ത്ഡേ സെലിബ്രേഷനോ അങ്ങനെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഇവിടെ ഇതിന്റെ അടാ ഈ ഫ്രിഡ്ജിന്റെ അടിയിലൊന്നും ഒന്നും ഇല്ലേക്കൂലേ? കുറച്ച് ഇങ്ങോട്ട് മാറ്റിയിടണോ? ഇവിടെ കുറച്ച് ഇങ്ങോട്ടേക്ക് നീക്കിയിടണോടാ. ഇവിടെ കുറച്ച് ഫ്രീ ആയിട്ടുള്ള പ്ലേസ് ആണ്, കുറെ നല്ല ഫ്രീ ആണ്. ഈ മൂലക്ക് എടാ സാരോ വണ്ടി ഇങ്ങോട്ടേക്ക് നീക്കിച്ചിട്ട് നമുക്ക് ഇവിടെ ഇട്ടാലും ഇവിടെ നല്ല ഫ്രീ ആണ്, ഇവിടെ നല്ല വൃത്തിയുണ്ട്. അതല്ലേ വണ്ടി കുറച്ചും ഇങ്ങോട്ട് നീക്കിച്ചിട്ട് ഇവിടെ താഴെ ഈ ഒരു ഏരിയയിലാണ്ട് ടെന്റ് സെറ്റ് ചെയ്താല് എടുത്തോണ്ടിരിക്ക. സഞ്ചരിക്കുന്ന വീടാണ് ഗൈസ്, സഞ്ചരിക്കുന്ന വീട്. ഓക്കെടാ അത് അങ്ങനെ അതെങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. കുറച്ച് ഇങ്ങോട്ട് നീക്കിട്ടോ, അങ്ങോട്ട് അധികം അടുപ്പിച്ചിട്ട് കുറച്ച് ഇങ്ങോട്ട് കുറച്ചും കൂടി ഇങ്ങോട്ട് നീക്കിക്കോ. എന്നിട്ട് വിരിപ്പും വെച്ചിട്ട് ഫോണൊന്ന് വണ്ടി ഒന്ന് ഒതുക്കി വെച്ചാല് നമുക്ക് ഉറങ്ങാൻ ചാൻസ് ഇല്ല. പക്ഷെ സേഫായിട്ട് കുറച്ച് നേരം ഇരിക്കാം, മഞ്ഞൊന്നും കൊള്ളാതെ ഇരിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ 3 കിടക്കാൻ പറ്റില്ല എന്നുള്ളൂ. പക്ഷെ സുഖമായിട്ട് ഇരിക്കാം എടാ, അല്ലേ? സുഖമായിട്ട് ഇരിക്കട്ടാ, നൈസായിട്ട് ഇരിക്കാം. ഫോണിലാണ് ഈ ചാർജ് ഇല്ല കേട്ടോ. എന്താ ക്ലിയറാ? കത്തുന്ന് തോന്നുന്നുണ്ട്. രാവിലെ എന്താ പറയാ, ആകെ കുറച്ച് ചാർജ് ഉള്ളു, അത് വെച്ചിട്ട് രാവിലെ വരെ എത്തിക്കണം. അതാണ് ടാസ്ക്, അത് 12 മിനിയിൽ. സത്യം പറഞ്ഞ കിടക്കാനും പറ്റൂട്ടോ. കിടക്കണോക്കാ ഒരാളെ അങ്ങനെ കിടക്കോ കാണുന്നുണ്ടോ? ഒരാൾ ഇവിടെ ഇങ്ങനെ എന്നാലും കിടന്ന് ഉറങ്ങാ, സമാധാനത്തിൽ കൂടെ ഉറങ്ങാ. അപ്പുറത്തു കൂടെ ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വെക്കാല് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി ഇരിക്കുക. അപ്പൊ വരുന്ന വണ്ടിയും പോയി. ഇവിടെ അങ്ങനെ കൊതുക് വലുണ്ട്, അതിനോണ്ട് നമുക്ക് പുറത്തത്തെ കാഴ്ചയും കാണാം, കാറ്റും കൊള്ളാം, സുഖമായിട്ട് കിടക്കാം. ഇതെല്ലാം നായെന്ന് പറയാണ്, കടിക്കൂലേക്കും. ഞാനാണ് തലക്കത്ത്. ഗൈസ് ഇപ്പൊ സമയം 4 മണി. ഞങ്ങൾ ഉറങ്ങിപ്പോയാൽ അവിടെ കടന്നാണ്ട് ഉറങ്ങുമെന്ന് വിചാരിച്ചിട്ട് ഉറങ്ങാതൊക്കെയാണ്. ഞാൻ സാരുവിനൊന്നും കാണില്ല. സാരു ഇവിടെ ചുമ്മാ 4 വർത്തമാനം പറഞ്ഞിങ്ങനെ കുറെ നേരം ചിരിച്ച് കുറെ നേരം സംസാരിച്ച് ഞാനിങ്ങനെ നടക്കുന്നു, വിജനമായ രീതിയിലൂടെ നടക്കുന്നു. ഇവിടെ ഏതൊരു കാക്കാൻ്റെ ഇന്നോവ ഉണ്ട്, ഞാനിതാ നടു റോട്ടില്. അപ്പോൾ അത്രേ ഉള്ളൂ, ബാക്കി നാളെ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ഞാൻ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ രാവിലത്തെ വ്ളോഗ് അടുത്ത വ്ളോഗായിട്ട് ഇടാം. ഓക്കെടാ, ബൈ. പോയി കിടന്നുറങ്ങടാ ചെക്കന്മാരെ.